ഇതെന്താണ് മൊബൈലാ? എടാ പേരി പേരി അന്നൊക്കൊരു മൊബൈൽ കിട്ടിയിരുന്നു. ഇതാ എവിടെന്നാണ്? മരുമോൻ തന്നെയാണ്. അളിയനാ? നീ ഒന്നും മേടിച്ചു തരൂല്ലല്ലോ. അതെ, ഇതിലൊരു സിം മേടിച്ചിട്ടിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരാമോ? ഉപയോഗിച്ചോ? എനിക്കൊന്നും അറിയാൻ പാടില്ല ഇതൊന്നും. പഠിപ്പിച്ചു കൊടുത്തോളാം. അതെ, അച്ഛനിപ്പൊ പുലിയായല്ലോ. അതെ, അമ്മ കൂടി ആയിക്കഴിഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങാം നമ്മുടെ ഫാമിലിയുടെ. ഇപ്പൊ അമ്മക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്തിട്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റും. ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കാണാൻ പറ്റും. ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ പോലെ എന്തിനാണ് നീ ഇപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് പോണി അവിടുന്ന് ഉച്ചത്തിൽ വിളിച്ചു. ലോകത്ത് എവിടെ നിന്നാലും നമുക്കത് വായിക്കാം. എവിടെ നിന്നാലും കിട്ടൂലേ? എനിക്കൊന്നറിയാൻ പാടുള്ളത് ഞാന് സെറ്റ് ചെയ്ത് തരാം. അച്ഛാ, രസമൊക്കെ മാറിയാൻ പഠിപ്പിച്ചാരാ. ഒരു സിം മേടിക്കണേ വൈകിട്ട്. ഈ മൊബൈൽ ഫോണേ നമ്മളെ ദുനിയാവിൽ എന്തൊക്കെ ഇടങ്ങാറ് ഉണ്ടാക്കണമെന്ന് അറിയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മൊബൈൽ ഫോൺ ഇല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ ദുനിയാവില്? നമ്മളെ നാട്ടിൽ നമ്മള് നാലാളേക്ക് ഉപയോഗിക്കാം അല്ലേ ഉണ്ണിസ്വാമി? ശരിയല്ലേ? ബാക്കി എല്ലാവരും കൈമല്ല മൊബൈലാ. ഇപ്പൊ എന്റെ മോളെ 2.5 വയസ്സുള്ള കുട്ടി, ഇവക്ക് മൊബൈൽ ഇല്ലാണ്ട് ഒരു കാര്യം നടക്കൂല. ചോറ് തിന്നണമെങ്കിൽ മൊബൈൽ വേണം, പല്ല് തേക്കണമെങ്കിൽ മൊബൈൽ വേണം, കിടന്നുറങ്ങണമെങ്കിൽ മൊബൈൽ, എന്തിന് അപ്പിടണമെങ്കിൽ വരെ മൊബൈൽ കൈമല് വേണം. ഈ കുട്ടിക്ക് മൊബൈൽ കൊടുക്കാൻ പാടില്ല. റേഡിയേഷൻ എന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കയറുന്ന പറയുന്നത്. നേരാണ്. നമ്മളെ തുണിക്കടക്കാരൻ മമ്മാസില്ലേ, മമ്മാസിന്റെ മോളുടെ കുട്ടിക്ക് ഈ ഇത് കേറി റേഡിയേഷൻ, എന്നിട്ട് മൊയ്ലാരെ കൊണ്ടുവന്ന് എന്നിട്ട് മാറ്റി റേഡിയേഷൻ മൊയ്ലാരും ബാധ്യ വെപ്പിക്കുക. ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചു നിങ്ങള്? എന്താന്ന് ചോദിച്ചാൽ ബാധയുടെ ഇംഗ്ലീഷ് അല്ലേ? ഇംഗ്ലീഷ് അല്ല റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാല് ഈ മൊബൈൽ ഫോൺ കൂടുതൽ കൈമല് വെക്കുന്ന ആൾക്കാർക്ക് ഓരോ ശരീരത്തിലേക്ക് കയറുന്ന ഒരു സാധനമാണ് അല്ലേ സ്വാമി? അതാണ് വികിരണം. ഈ റേഡിയേഷൻ നമ്മുടെ നാടിനെ മലീമസപ്പെടുത്തുന്നത്. എല്ലാം പോട്ട്, നിങ്ങളെ കഴിഞ്ഞ ഓണത്തിന് ഒരു തുമ്പിനെ കണ്ടില്ല. തുമ്പിയോ? തുമ്പി ഒരു പൂമ്പാറ്റിനെ കണ്ടില്ല. ഇല്ല, കാണൂലല്ലോ. അതിന്റെ കാരണം ഈ റേഡിയേഷൻ ആണ്. ആണോ? സർവ്വം നശിക്കും, ഒരൊറ്റ സാധനം ഉണ്ടാവില്ല. അല്ല ഉണ്ണിസ്വാമി, ഈ റേഡിയേഷൻ കാരണം കൊതുക് ചാവൂല? ഒരിക്കലും ചാവൂല. മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു സാധനവും റേഡിയേഷനിൽ ചാവൂല. ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ നല്ല ആയുസാണല്ലോ അല്ലേ? അപ്പൊ ഒന്ന് റോഡ് മുറിച്ച് ആരാ വരും നോക്കി. എന്താണ് മനുഷ്യന്റെ ഒരവസ്ഥ? എങ്ങനെ നടന്ന മനുഷ്യനാണ്. നമ്മളെ കൂടെ ഉണ്ടായതാണ്. കണ്ടോ, നമ്മൾ ഇവിടെ ഇരിക്കണൊന്നും കണ്ടില്ല കേട്ടോ. പോവുക. ഒറ്റയ്ക്ക് ചിരിക്കുക, പോവുക. ഇതിനൊക്കെ കാരണം മൂപ്പര മോനാ. മോന്റെ പയ്യൊരു മൊബൈൽ അച്ഛന് കൊടുത്തതാ. അതോടെ അച്ഛൻ പരിസരബോധവും ഇല്ല. അപ്പൊ നമ്മളാരും വേണ്ട അച്ഛൻ. അല്ല, എപ്പോ പറ്റിയിട്ടല്ലോ. എന്താണ് ശീതളേട്ടത്? ഏത് നേരം ഇതിനകത്തേക്ക് നോക്കി നടന്നിട്ടാ? ഇടയ്ക്ക് നിങ്ങള് പുറലോകൊന്ന് കാണി. ഇത് എങ്ങോട്ടാ നിങ്ങൾ പോണേന്? ഞാൻ വീട്ടിലേക്കാണ്. വീട് തന്നെ? ഇതല്ല വീട്. ഇതോ? അപ്പൊ ഗൂഗിൾ മാപ്പിൽ കാണിക്കണത് ഇതല്ലല്ലോ.